സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ദിവ്യകാരുണ്യമേ മുറിയും തോറും മധുരിതമാകും ചൈതന്യമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കായി രക്ഷയേകാനായി. പ്രാണൻ പോലും പകുത്തു നൽകി നീ പാപികളിവർക്കായി രക്ഷയേകാനായി. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ. ആരാധന 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 ഓ എൻ്റെ
കുർബാനയായി വാഴും അത്ഭുതമേ. ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ, ആരാധന 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 ഓ എൻ്റെ യേശുവേ, ആരാധന. സ്നേഹമതത്രയും നിറച്ചോ നീയുള്ളിൽ, ആരാധ്യമാം തിരുവോസ്തിയായി. സ്നേഹമതത്രയും നിറച്ചോ നീയുള്ളിൽ, ആരാധ്യമാം തിരുവോസ്തിയായി. വാഴ്ത്തിടുന്നു നാഥ, വണങ്ങിടുന്നു അങ്ങേ, ആരാധിച്ചു ഞങ്ങൾ നമിച്ചിടുന്നു. ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ, ആരാധന 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 ഓ എൻ്റെ യേശുവേ, ആരാധന. ദിവ്യകാരുണ്യമേ, മുറിയും തോറും മധുരിതമാകും ചൈതന്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രാണൻ പോലും പകുത്തു നൽകി നീ, പാപികളിവർക്കായി രക്ഷയേകാനായി. പ്രാണൻ പോലും പകുത്തു നൽകി നീ, പാപികളിവർക്കായി രക്ഷയേകാനായി. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന ആരാധന ഓ എൻ്റെ യേശുവേ, ആരാധന 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 ഓ എൻ്റെ യേശുവേ, ആരാധന. ഷാലോം മന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ നാം കാണുന്നു, ദൈവത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു നദിയുണ്ട്, അത് പോകുന്നിടത്തെല്ലാം ജീവനെയും വഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന് നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ഈ ജീവനദിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ദാഹമുള്ളവരിലേക്ക് മാത്രമേ ഒഴുകൂ. അത് പരിശുദ്ധാത്മാവ് നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശപ്പും ദാഹവും ഉള്ളവരും നിറയണമെന്നും, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവന്റെ ദാഹം അകറ്റണമെന്നും ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാണ്. ഇതാ
ആർക്കും അടയ്ക്കാൻ വയ്യാത്ത ജീവജലത്തിൻ്റെ നദി നിന്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ചോദിക്കുന്നവന് ലഭിക്കുന്ന ജീവനദി, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്ന ജീവനദി, മുട്ടുന്നവർക്കായി അവൻ്റെ വാതിൽ മലർക്കെ തുറക്കപ്പെടുന്നു. ഈ ജീവനദിയിൽ നീന്തി തുടിക്കണം. കാരണം ഈ ജീവനദിയിൽ സൗഖ്യമുണ്ട്, ഈ ജീവനദിയിൽ വിശുദ്ധീകരണമുണ്ട്, ആന്തരിക സൗഖ്യമുണ്ട്, വരദാന ഫലങ്ങളുടെ നിറവുണ്ട്, രക്ഷയുണ്ട്, വിടുതലുണ്ട്, അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവിൽ നീന്തി തുടിക്കുവാൻ മുട്ടോളം പോരാ, അരയോളം പോരാ, കഴുത്തൊപ്പം പോരാ. വലിയ നീന്തി തുടിക്കുന്ന അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഈ വചന ശുശ്രൂഷയിലൂടെ ക്ഷണിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനമായ വചനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പിന്നെ നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ സാക്ഷ്യം വഹിക്കും. ശക്തി നിറഞ്ഞാലേ സാക്ഷിയാകാൻ പറ്റൂ. പ്രിയമുള്ളവരെ, ഈശോ ലോകം മുഴുവനും പോയി വചനം പ്രസംഗിച്ചില്ല. മറിച്ച് അവൻ യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ശിഷ്യന്മാർക്ക് വചനം പ്രസംഗിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അന്ത്യ അഭിലാഷം എന്ന വണ്ണം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകം മുഴുവൻ പോയി വചനം പ്രസംഗിക്കണം. ഈശോ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവന്റെ വിളിഹിതം. ഈശോ തുടങ്ങി വെച്ചത് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ പറ്റില്ല. ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും ചങ്കിൽ കൈവച്ചിട്ട് പറയും, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മൾ പറയുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. എന്താ ഇതുകൊണ്ട് പ്രയോജനം? ധ്യാനിക്കണ്ടേ? ഞാൻ ഈയിടെ ഒരു സഹോദരനോട് ചോദിച്ചു, ചേട്ടാ എന്നാ ഉണ്ട് വിശേഷം? ഉടനെ ചേട്ടൻ പറഞ്ഞു, ഓ ബ്രദറെ, ഒരു രക്ഷയുമില്ല. ഇതാണോ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവന്റെ പ്രഖ്യാപനം? ഞാൻ വേറൊരു സഹോദരിയോട് ചോദിച്ചു, ചേച്ചി എന്നാണ്ട് വിശേഷം? ഉടനെ സഹോദരി പറഞ്ഞു, ഓ അങ്ങനെ അങ്ങ് പോകുന്നു. ഇതാണോ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു സഹോദരിയുടെ പ്രഖ്യാപനം? അപ്പോ ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മൾ പറയുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പ്രഗ്നൻസി പീരീഡില്ല, ഗർഭാവസ്ഥയില, കുഞ്ഞ് പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ വളരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ടത്, ഞാൻ വളരാതെ, നിങ്ങൾ വളരാതെ നമ്മുടെ ഉള്ളിലുള്ള ഈ അഭിഷേകം വളരണം, കുഞ്ഞ് വളരണം. പരിശുദ്ധാത്മാവിനെ വളർത്തുവാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരണം. എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ, ഈ കുഞ്ഞിനെ, ഈ അഭിഷേകത്തെ നമുക്ക് വളർത്താം? നീ ശ്രേഷ്ഠമായി ഇത് കാണാൻ തുടങ്ങിയാൽ കുഞ്ഞ് വളരും. നീ ശ്രേഷ്ഠമായി ഇത് പറയാൻ തുടങ്ങിയാൽ, നീ ശ്രേഷ്ഠമായി ഇത് ചിന്തിക്കാൻ തുടങ്ങിയാൽ, നീ ശ്രേഷ്ഠമായ വഴിയിലൂടെ കർത്താവിൻ്റെ തിരിഹിതത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ കുഞ്ഞ് അഭിഷേകം പരിശുദ്ധാത്മാവ് വളരാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവ് അവൻ്റെ അഭിഷേകം വളരാൻ തുടങ്ങിയാൽ അവൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് കുഞ്ഞ് അഭിഷേകം നമ്മുടെ ഉള്ളിൽ വളർന്നു 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 വളർന്ന് ശരീരം പിളർന്ന് പുറത്തു ചാടണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവണതകളെ നിഗമിക്കണം, പരിശുദ്ധാത്മാവിനാൽ ശരീരത്തെ കൊല്ലണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വളർന്ന് പുറത്തു ചാടിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ മേൽ വന്ന് പൊതിയും. അപ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലാകും. അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്തത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയണം. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പിതാവിൻ്റെ ഹിതം അറിയിച്ചപ്പോൾ
അവൾ സംശയം പറഞ്ഞില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ഗബ്രിയേൽ മാലാഖ വ്യക്തമാക്കി കൊടുത്തു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നിൽ ആവസിക്കും. പ്രിയമുള്ളവരെ, അതേ ആത്മാവിന്റെ അഭിഷേകമാ നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാകും. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാണെങ്കിൽ എന്നെ ഒരു വ്യക്തി വേദനിപ്പിച്ചാൽ എനിക്ക് എങ്ങനെ വേദനിക്കും? എന്നെ ഒരാൾ വെറുത്താൽ എനിക്കെങ്ങനെ ആ വ്യക്തിയുടെ പ്രതികാരം തോന്നും? വിശുദ്ധ ലോറൻസിനെ എണ്ണയിലിട്ട് വരിച്ചപ്പോൾ ലോറൻസ് വിളിച്ചു പറഞ്ഞില്ലേ, പാതി ബന്ധു മറിച്ചിട്ടു. ലോറൻസിന് മനസ്സിലായി, അവനെയല്ല എണ്ണയിലിട്ട് വരിക്കുന്നത്, ദൈവത്തെയാ, പരിശുദ്ധാത്മാവിനെയാ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാകുന്ന അഭിഷേകം നമുക്കുണ്ടെങ്കിൽ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ അകൽച്ചയോ മറ്റു മുറിവുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്ന നിലയിൽ നമുക്കറിവുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ തികച്ചും ഒരു വ്യക്തിയാണ് എന്ന ബന്ധം നമുക്കില്ല. പരിശുദ്ധാത്മാവ് തികച്ചും വ്യക്തിയാണെന്നുള്ള ഒരു വലിയ അഭിഷേകത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് അവൻ എന്ന ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് അവൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തികച്ചും വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക? വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവന് അറിവുണ്ട്, അവന് ഇച്ഛയുണ്ട്, അവനൊരു മനമുണ്ട്, അവന് വികാരമുണ്ട്, അവൻ സംസാരിക്കുന്നു, അവൻ പഠിപ്പിക്കുന്നു, അവൻ സഹായിക്കുന്നു, അവൻ നിർദ്ദേശിക്കുന്നു, അവൻ നയിക്കുന്നു. നമുക്ക് അവനെ ചെറുത്തു നിൽക്കാനാകും. അവൻ നമുക്ക് പ്രചോദനം നൽകും, അവൻ നമുക്ക് അടയാളങ്ങൾ നൽകും. ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരുവനാ. അവൻ നമ്മോടൊത്ത് വസിക്കുന്നു, അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് തികച്ചും നമ്മുടെ ഏറ്റവും ഉത്തമ ചങ്ങാതിയാ, ഏറ്റവും വലിയ സഹായകനാ, ഏറ്റവും വലിയ വിരുന്നുകാരനാ. ഈ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു വ്യക്തിയോട് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ തികച്ചും വ്യക്തിയായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയോട് എന്ന പോലെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പെരുമാറുന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന കുഞ്ഞ്, അവന്റെ അഭിഷേകം നമ്മളിൽ വളരാതെ മുരടിച്ചു പോവുക. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം, അനനിയാസും സബീറായും വസ്തുവിറ്റതിന്റെ ഒരു ഭാഗം ഭാര്യയുടെ അറിവോടുകൂടി മൂടിവെച്ചു. എന്നിട്ട് അപ്പസ്തോല പ്രമുഖനായ പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുപോയി 100% ഉണ്ട് എന്ന ഭാവേന അനനിയാസ് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് അത്തീ പിടിച്ചവനായ പത്രോസ് അനനിയാസിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനും ഭാര്യയുടെ അറിവോടുകൂടി സ്വത്തിന്റെ ഒരു ഭാഗം മൂടിവെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നു പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു. പരിശുദ്ധ കുമ്പസാരത്തിൽ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയാതെ കള്ള കുമ്പസാരം നടത്തുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ ആയിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കാതെ ചില മേഖല മാത്രം സമർപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുകയാണ്. പരിശുദ്ധാത്മാവിനുള്ള വഞ്ചന നീ എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വളരാൻ തുടങ്ങും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 9-ാം തിരുവചനം നമുക്ക് കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. ഏശയ്യ 63:9-10 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ജെറമ്യ 13:17 പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കരുത്. അപ്പസ്തോല പ്രവർത്തനം 7:50-51 പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ അവഗണിക്കരുത്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-32 തിരുവചനം, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. പ്രിയമുള്ളവരെ, പിതാവിനെതിരെ പറഞ്ഞാൽ പിതാവ് ക്ഷമിക്കും, ഉറപ്പാ. പുത്രനെതിരെ പറഞ്ഞാൽ പുത്രൻ ക്ഷമിക്കും.
എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ പിതാവും ക്ഷമിക്കില്ല, പുത്രനും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് അരുതേ അരുതേ എന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നെ വഞ്ചിക്കരുതേ, എന്നെ പരീക്ഷിക്കരുതേ, എന്നെ കളിയാക്കരുതേ, എന്നെ വേദനിപ്പിക്കരുതേ, എന്നെ ദുഃഖിപ്പിക്കരുതേ, എന്നെ കരയിപ്പിക്കരുതേ, എന്നെ അവഹേളിക്കരുതേ, എനിക്കെതിരെ ദൂഷണം പറയരുതേ. മദ്യ ഗ്ലാസ് കയ്യിലെടുക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, അരുതമോനെ. ചിലത് കാണുവാൻ നീ ഇരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, അരുതുമോളെ. ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടിട്ടും അരുതേ എന്നുള്ള നിലവിളി കേട്ടിട്ടും കേൾക്കാത്തവളെ പോലെ നീ പോയെങ്കിൽ ഈ വചന ശുശ്രൂഷയുടെ യോഗ്യതയാൽ തീരുമാനമെടുക്കുക. ഇന്നു മുതൽ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ, എൻ്റെ ഏറ്റവും വലിയ സഹായകനായ, എൻ്റെ ഏറ്റവും വലിയ വിരുന്നുകാരനായ, തികച്ചും വ്യക്തിയായ എൻ്റെ പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ പൊന്നുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 16 തിരുവചനം, ഈശോ അരുളി ചെയ്തു, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഒരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. തന്നു കഴിഞ്ഞു. പരിശുദ്ധ മാമോദീസായിലൂടെ ഞാനും നിങ്ങൾ സ്വീകരിച്ചതാ. അതിനാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, അഭിഷേകം എപ്പോഴുമുണ്ട്. അത് മരിച്ചാൽ പോലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകില്ല. ഏലീശായുടെ അസ്ഥിയിൽ അഭിഷേകം, അൽഫോൻസാമ കിടന്ന കട്ടിലിൽ അഭിഷേകം. അപ്പോൾ അഭിഷേകം നിറയാത്തതല്ല പ്രശ്നം, അഭിഷേകത്തിന്റെ ചോർച്ചയാ പ്രശ്നം. കൃപ നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കുക. കൃപ ചോർത്തുന്ന കാഴ്ചകളും കേൾവികളും സ്പർശനങ്ങളും ജോലികളും വരുമാന മാർഗങ്ങളും എല്ലാം ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 1-ാം തിരുവചനം, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എപ്പോഴാണ് ഈ ഭാഗ്യപ്പെട്ട അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഉയരുക? എന്നിലുള്ള ആത്മാവിന്റെ ദാരിദ്ര്യം നീ തിരിച്ചറിഞ്ഞാൽ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, പഴയതുപോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, പഴയതുപോലെ സ്തുതിക്കാൻ പറ്റുന്നില്ലല്ലോ, പഴയതുപോലെ വചനമാകാൻ പറ്റുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ ദാരിദ്ര്യം തിരിച്ചറിയുന്നവനാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഈ ദാരിദ്ര്യത്തെ ഓർത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഭൂമിയിൽ കരഞ്ഞാൽ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട കരച്ചിൽ. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഏതാനും ഭാഗ്യപ്പെട്ട കരച്ചിലുകൾ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 62-ാം തിരുവചനം വചനത്തിൽ നാം കാണുന്നു, പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു, ചങ്ക് പൊട്ടിക്കരഞ്ഞു. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ പത്രോസ് പുറത്തുപോയി ചങ്ക് പൊട്ടിക്കരഞ്ഞത്? കർത്താവിനെ തള്ളിപ്പറഞ്ഞല്ലോ, ഉപേക്ഷിച്ചല്ലോ എന്നോർത്ത് മാത്രമായിരിക്കില്ല. ഞാൻ ധ്യാനിക്കുന്നു, പത്രോസ് ചങ്ക് പൊട്ടിക്കരഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ, എൻ്റെ ഗുരുവിനെ, എൻ്റെ നാഥനെ ഉപേക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുകയില്ലായിരുന്നല്ലോ. ഇതൊരു ഭാഗ്യപ്പെട്ട കരച്ചിലാ. നമുക്കറിയാം, സാംസൺ ശക്തിയുടെ കൂടാരമാ. അവൻ 1000 കുറുനരികളെ പിച്ചിച്ചീന്തിയവനാ. എന്നാൽ ഇപ്പോൾ നാം കാണുന്നു, കണ്ണ് ചുഴ്ന്നെടുത്ത്, മുടി മുറിച്ചെടുത്ത്, ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു ബാലന്റെ സഹായത്തോടുകൂടി ഒരു വലിയ കൽമണ്ഡപത്തിന്റെ കൽത്തൂണോട് ചേർന്ന് നിൽക്കുകയാ സാംസൺ, ശക്തിയുടെ കൂടാരം. അവനാ തൂണിനെ ഒന്ന് വട്ടമിട്ട് പിടിച്ചിട്ട് അവന്റെ എല്ലാ ദൗർബല്യങ്ങളും കുറവുകളും സ്വർഗത്തോളം ഉയർത്തിയിട്ട് അവനൊന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞു, ഓ ദൈവമേ, എന്നെ ഒന്ന് ഓർക്കണമേ, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ആ നിലവിളിക്ക് മുന്നിൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ത്രിത്വത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ അഗ്നി സാംസണിലേക്ക് പെരുമഴ പോലെ പെയ്തിറങ്ങി. അവൻ ആ തൂണിനെ വട്ടമിട്ട് പിടിച്ചു കുലുക്കി. പിന്നെ നാം അറിയുന്നു, എത്രയോ ജനമാ അവിടെ മരിച്ചു വീണത്. ദൗർബല്യങ്ങൾ ഏറ്റുപറയുമ്പോൾ, കുറവുകൾ ഏറ്റുപറയുമ്പോൾ, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ഓർക്കണമേ, ഒരിക്കൽ കൂടി എന്നെ നിറയ്ക്കണമേ എന്ന് സാംസൺ നിലവിളിച്ചതുപോലെ ഈ വചനത്തിന് മുന്നിരുന്ന് പ്രിയമുള്ളവർ നമുക്ക് നിറയാം, കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നാം കാണുന്നുണ്ട്, ജനകോടികളെ പരിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിച്ച സങ്കീർത്തകൻ 51:11 തിരുവചനം. ദാവീദിന്റെ നിലവിളി നാം കാണുന്നുണ്ട്.
കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ചങ്കുപൊട്ടിയുള്ള ഭാഗ്യപ്പെട്ട നിലവിളിയ ദാവീദ് ഇങ്ങനെ ധ്യാനിച്ചു. എന്തുകൊണ്ടാണ് ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് ഞാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു നുണയിൽ നിന്നും മറ്റൊരു നുണയിലേക്ക് ഞാൻ പോകുന്നത്? ദാവീദ് പറയുന്നുണ്ട്, പാപത്തിന്റെ ഭാരം കൊണ്ട് എന്നെ മൂടിയിരിക്കുന്നു, അതെനിക്ക് താങ്ങാനാവാത്ത ഭാരമായിരിക്കുന്നു. പാപത്തിന് ഭാരമുണ്ട്. അതുകൊണ്ട് ദാവീദ് ദൈവസന്നിധി കുത്തിയിരുന്ന് നിലവിളിച്ചു, ചങ്ക് പൊട്ടിക്കരഞ്ഞു. അതിന് ഉത്തരം ദൈവമായ കർത്താവ് ഉത്തരം കൊടുത്തു. 77-ാം സങ്കീർത്തനം അതിന്റെ 10-ാം തിരുവചനം, അത്യുന്നതിന്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് സകല തകർച്ചകൾക്കും സകല പ്രശ്നങ്ങൾക്കും കാരണം. പ്രിയമുള്ളവരെ, ഇതേ ഉത്തരം മാത്രമാ സ്വർഗത്തിന് നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ശുശ്രൂഷകളോടും നമ്മുടെ തകർച്ചകളോടും നമ്മുടെ പ്രശ്നങ്ങളോടും നമ്മുടെ രോഗങ്ങളോടും ഒക്കെ കർത്താവിന് തരാനുള്ളത്. എൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിൽ പ്രകടമാകാത്തതാണ് നമ്മുടെ സകല പ്രശ്നത്തിൻ്റെ കാരണം. ബലിപീഠം പുതുക്കി പണിയാതെ അഗ്നി ഇറങ്ങി വരില്ല. നഷ്ടപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാതെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വരില്ല. ബലിപീഠത്തിൽ നിന്നും കഴുകന്മാരെ ആട്ടി ഓടിക്കാതെ, നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രലോഭനങ്ങളെയും പ്രലോഭകരെയും ആട്ടി ഓടിക്കാതെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വരില്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകാതെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആത്മാവ് നിറഞ്ഞ വ്യക്തി അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാ. അവന്റെ പേരാ ചിത്രശലഭം. ആത്മാവ് നിറയാത്ത വ്യക്തി അടിമയാ. അവന്റെ പേരാ പുഴു. ഓരോ വചനം കേട്ട് കഴിയുമ്പോഴും കർത്താവിന്റെ കാരുണ്യം അനുഭവിച്ചറിയുമ്പോഴും പുഴു ചിത്രശലഭമായി മാറണം. ചിത്രശലഭം പോയിരിക്കേണ്ടത് പൂവിലും തേനിലും പൂമ്പൊടിയിലുമാ. അവൻ ഉപേക്ഷിക്കപ്പെട്ട പഴയ പാപാവസ്ഥയിൽ പോയിരിക്കുമ്പോൾ അവന്റെ അഭിഷേകത്തിന്റെ ചിറക് നഷ്ടപ്പെടും, വീണ്ടും പുഴുവായി മാറും. കർത്താവിന്റെ കാരുണ്യത്താൽ വീണ്ടും നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, വീണ്ടും ചിറക് പിടിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ച് കളയുന്ന പാപത്തിന്റെ പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ത്രിത്വൈക ദൈവത്തിന്റെ അകതാടിനോട് നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാം. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ ഭീകര യുദ്ധം നടക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഇച്ഛകൾ ആത്മാവിന്റെ ഇച്ഛകൾക്കെതിരെ, ആത്മാവിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ഇച്ഛകൾക്കെതിരെ. ഈ ഭീകരമായ യുദ്ധത്തിൽ പ്രിയമുള്ളവരെ, ശരീരമാണോ ജയിക്കുന്നത്, ആത്മാവാണോ ജയിക്കുന്നത്? ശരീരമാണ് ജയിച്ചതെങ്കിൽ ആത്മാവിന് ബലം പോരാ, കുഞ്ഞ് വളരുന്നില്ല, അഭിഷേകം വളരുന്നില്ല. അതിനുവേണ്ടിയാ ഇന്നു മുതൽ നീ നിന്റെ ജീവിതം സമർപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ശക്തിയാ. അതുകൊണ്ട് ഈ ശക്തി, സാന്നിധ്യം വിട്ടുപിരിയാതെ വ്യക്തിയായ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം, അവനോട് സംസാരിക്കണം, അവന്റെ സൗഹൃദം നേടണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അവൻ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കും, കരുണാർദ്ര സ്നേഹത്തിന്റെ നോട്ടം. അവൻ നമ്മുടെ നാവിലൂടെ സംസാരിക്കാൻ തുടങ്ങും. അവൻ നമ്മുടെ കരങ്ങളിലൂടെ പ്രവഹിക്കാൻ തുടങ്ങും. അവൻ നമ്മുടെ പാദങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമായി ഞാനും നിങ്ങളും മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയുള്ള ബോണസായിട്ടുള്ള നമ്മുടെ ജീവിതം കൃപയുടെ ജീവിതമായിട്ട് മാറണം. ഭൂമിയിൽ തീയിടാനാ ഞാൻ വന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കൊതിയ നിന്റെ ജീവിതത്തിൽ തീയിടാനാണ് ഞാൻ വന്നത്. നിന്റെ കുടുംബത്തിൽ അഗ്നിഭക്ഷിക്കാനാണ് ഞാൻ വന്നത്. നിന്റെ ശുശ്രൂഷകളെ അഭിഷേകപൂരിതമാക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ തീക്കട്ടയ, ഇത് പകരപ്പെടുന്ന അഗ്നിയ. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില അഗ്നികളെയെല്ലാം ഈ അഗ്നി ദഹിപ്പിച്ചു കളയും. കോപത്തിന്റെ അഗ്നിയെ, കാമത്തിന്റെ അഗ്നിയെ, വെറുപ്പിന്റെ അഗ്നിയെ, ഭക്ഷണത്തിന്റെ അഗ്നിയെ, ഈ മേഖലയിലെല്ലാം ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ ഇരിപ്പിടമാക്കി വളരെ വ്യക്തിപരമായി സ്നേഹിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ സ്വന്തമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. അവന്റെ മുന്നിൽ നമുക്ക് മുട്ടുമടക്കാം. അവന്റെ മുന്നിൽ നമുക്ക് കീഴടങ്ങാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ മറിക്കണമേ. സെഖ്യോൻ ഊട്ടിച്ചാലയിൽ സ്വർഗത്തിന്റെ തീക്കട്ട വീണു.
ആത്മാവിന്റെ അഭിഷേകത്തിന് അഗ്നി ഭക്ഷിക്കപ്പെട്ടു. എല്ലാ ശിഷ്യന്മാരും അഗ്നിയാൽ നിറഞ്ഞു. നമ്മുടെ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ തീക്കട്ട വീണു. തോമാസ് ശ്ലീഹ എന്ത് ചെയ്തു? ഈ തീക്കട്ട കെട്ടുപോകാതെ ഊതിക്കത്തിച്ച് നമ്മുടെ ഭാരതത്തിൽ, കൊച്ചു കേരളത്തിലെല്ലാം കൊണ്ടുവന്നിട്ടു. അതിന് യോഗ്യതയാല ഇന്ന് ഞാനും നിങ്ങളും വചനം ശുശ്രൂഷ ചെയ്യുകയും വചനം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുവരെ കേട്ട വചനത്തിന് യോഗ്യതയാൽ എല്ലാ മക്കളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കരിക്കട്ടയ്ക്ക് തീ പിടിക്കാൻ സമയമായി. കർത്താവിന്റെ വചനത്തിന് ഉത്തരം കൊടുക്കാൻ സമയമായി. കർത്താവിന്റെ സ്നേഹത്തിന് ഉത്തരം കൊടുക്കാൻ സമയമായി. അതിനുവേണ്ടി അനുദിനം പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട്, അനുദിനം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ, അനുദിനം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട്, അനുദിനം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ, അനുദിനം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ സ്വർഗം വലിയ കാരുണ്യം നമ്മോട് കാണിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന